ईशाय नमः श्री सरस्वती नमः गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बाली निग्रहणं समुद्रतरणं गङ्गापुरीगाहनं पश्चाद्रावणकुम्भकर्णाननं एतदि रामायणम्। ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മണമായും ജയലക്ഷ്മി ടീച്ചർക്കും പ്രത്യേക പാത്ര നമസ്കാരം. എൻ്റെ ഇന്നത്തെ വിഷയം പഞ്ചമസ്കന്ധത്തിൽ 17-ാം അധ്യായത്തിൽ വിസ്തരിച്ചിരിക്കുന്ന ശ്രീ മഹാദേവന്റെ സംഘർഷണ സ്തുതിയാണ്. ഇളാമൃത വർഷത്തിൽ ഭഗവാൻ നാരായണൻ ഏതേതു രൂപങ്ങളിൽ ഏതേതു സ്ഥലത്തിൽ സന്നിധാനം ചെയ്തിരിക്കുന്നു എന്ന് വർണ്ണിക്കുകയാണ്. ഇളാമൃതത്തിൽ ഭഗവാൻ പരമേശ്വരൻ മാത്രമാണ് ഏകപുരുഷനായിട്ടുള്ളത്. അവിടെ അന്യപുരുഷ പ്രവേശിച്ചാൽ ശ്രീ പാർവതീദേവിയുടെ ശാപത്താൽ സ്ത്രീകളാകും. അത് ഏത് പുരുഷ പശു പ്രവേശിച്ചാലും സ്ത്രീരൂപമാകും. അനേകം സ്ത്രീകളാൽ സേവിക്കപ്പെടുന്ന ശ്രീ പാർവതി ദേവി ശ്രീ പാർവതി ദേവിയോടുകൂടി ശ്രീ പരമേശ്വരൻ വാസുദേവഭാവം കൈക്കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുകയും ഇളാമൃതത്തിന്റെ പ്രഭുവും ഭഗവാന്റെ സംഹാരരൂപവുമായ സംഘർഷണമൂർത്തിയെ ധ്യാനിച്ച് സ്തുതിക്കുകയും ചെയ്യാണ്. ആ സ്തുതിയാണ് ഇന്നത്തെ പറയാനുള്ളത്. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമഃ. ഭഗവാനാണ് ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളാൽ പരിപൂർണനും മഹാപുരുഷനും സർവഗുണസമ്പന്നനും അനന്തനും അവ്യക്തനുമായ അങ്ങേക്ക് നമസ്കാരം എന്നാണ്. അടുത്തത് അഭജേവജ്ഞാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരമ്പരായണം ഭക്തേശനം ഭാവിതഭൂതഭാവനം ഭവാപകംകം ഭവഭാവകേശരം. ഭജേവജ്ഞാരണം ഭജിക്കുന്നവർക്ക് അങ്ങയുടെ ചരണങ്ങള് ശരണമായിട്ടുള്ള പാദപങ്കജങ്ങളോട് കൂടിയവനും ഭഗസ്യ കൃഷ്ണസ്യ സകല ഐശ്വര്യങ്ങൾക്കും പരമ്പരായണനും അതുപോലെ തന്നെ ഭക്തേശ്വരം ഭക്തന്മാർക്ക് സ്വന്തം രൂപത്തെ പ്രകാശിപ്പിക്കുന്നവനും സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. ഭക്തന്മാരുടെ സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയും അഭക്തർക്ക് സംസാര ദുഃഖങ്ങളെ നൽകുകയും ചെയ്യുന്നു എന്ന് പറയാണ്. അത് ഭക്തി ഉണ്ടാകണം എന്നുള്ളത് പറയുന്നു. നയസ്യമായാഗുണചിത്തവൃത്തിഭി നിരീക്ഷിതോ ഖണ്ഡവിദൃഷ്ടിരജ്യതേ ലോകത്തെ നിലനിർത്തുവാനായി അങ്ങ് മായയെ കൂട്ടുപിടിക്കുന്നു. എന്നാൽ ആ മായയുടേതായ ഒരു സ്വഭാവവും അങ്ങയെ കൊണ്ടൊന്നുമില്ല. അതായത് മായയുടെ യാതൊരു ഗുണവും മായയുടേതായ യാതൊരു സ്വഭാവവും അങ്ങയെ ബാധിക്കുന്നുമില്ല. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഞങ്ങളെ മായ ബാധിക്കുന്നത് പോലെ അങ്ങയെ മായൊന്നും ബാധിക്കില്ല. അങ്ങ് മായാധീശനാണ്. അതുകൊണ്ട് അങ്ങയെ മായ ബാധിക്കുന്നില്ല. അങ്ങനെ മായാധീശനായ അങ്ങ് സർവേശ്വരൻ തന്നെ. അങ്ങനെയുള്ള സംഘർഷണമൂർത്തിക്ക് നമസ്കാരം എന്ന് പറയാണ്. അതായത് ഈ സംഘർഷണ ഭാവം തമോ ഗുണപ്രധാനമായതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് കാണിക്കുകയാണ് ഈ സ്തുതിയിലൂടെ. അസദൃശോയ പ്രതിഭാതിമായ ക്ഷീവേവമധ്വാസവതാംബലോചന നനാഗവദ്വാഹണേ ശിരേ പ്രിയായ പാദയോ സ്പർശനദർശനേന്ദ്രിയ. അതായത് മായാബദ്ധത
സത്യം കാണാൻ കഴിയാത്ത അസദൃഷ്ടികൾക്ക് അങ്ങ് മദ്യം പാനം ചെയ്ത് മത്തനായിട്ട് കണ്ണെല്ലാം കലങ്ങി ചുവന്ന് ഇരിക്കുന്നവനായിട്ട് അസദൃഷ്ടികൾ കാണുന്നു. എന്നാൽ അങ്ങയുടെ ഭക്തന്മാര് അങ്ങനെ യാതൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്ന് പറയാണ്. പിന്നെ അതുപോലെ അങ്ങയുടെ നാഗവദ്വാഹന ഈശ്വരോറിയം അങ്ങയുടെ ആ പാദസ്പർശങ്ങൾ ഏറ്റ നാഗവധുക്കൾക്ക് അങ്ങയുടെ പാദപൂജ ചെയ്യാൻ പോലും അവർ അശക്തരായി, അവർക്ക് സാധിക്കാതെ പോയി എന്ന് പറയാണ്. അത് നാഗവധുക്കള് ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ടാണ് ചെയ്തത്. പക്ഷെ ആ സ്പർശനം ഏറ്റപ്പോൾ നാഗവധുക്കൾക്ക് ആ മനസ്സിലുണ്ടായ അവരുടെ ആ ചിന്ത, അവർക്ക് ആ കാമം എന്ന വികാരമാണ് അവർക്കുണ്ടായത്. അത് ഭഗവാൻ സന്ദേശനായ ഭഗവാൻ അത് മനസ്സിലാക്കിയിരിക്കുമല്ലോ എന്നുള്ള ലജ്ജയാൽ അവർക്ക് പാദപൂജ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ ആയി എന്ന് പറയാണ്. യമാപുരസ്യ സ്ഥിതി ജന്മ സംയമം ത്രിവിഹീനം യമനന്ദം ക്ഷയാം നവേദ സിദ്ധാന്ത വിവക്വതിസ്ഥിതം മണ്ഡലം മൂർധസഹസ്രതാമസു. സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനായ അങ്ങേക്ക് അവരുമായി സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനായിട്ടുള്ള അങ്ങയെ, എന്നാൽ അവരുമായി അങ്ങേക്ക് യാതൊരു ബന്ധവും, അങ്ങേക്ക് യാതൊരു ഒട്ടനുമില്ലെന്ന് വേദങ്ങൾ കാണിക്കുന്നു. എന്നാൽ ഋഷിമാരോ അങ്ങയെ അനന്തനെന്നും അപരിചിതനെന്നും ഋഷിമാർ അങ്ങയെ വിളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങയുടെ ആ സഹസ്രമണങ്ങളിലെ ഏതോ ഒന്നിൽ അങ്ങ് എല്ലാ ഈ അണ്ടകടാഹങ്ങൾ അണിഞ്ഞ ആ ഭൂമിയെ ഒരു കടുകുമണി പോലെ അങ്ങ് ധരിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാണ്. ഗുണവിഗ്രഹോ മഹാനിഷ്യാ ഭഗവാനജക്കില യസ്സംഭവോഹം തൃപ്താസുതേജസാ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം പറയാണ്. ലോകത്തിന്റെ ഉൽപ്പത്തി ഭഗവാനിൽ നിന്നും മഹത്വത്വം ഉണ്ടായി. ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയായ വാസുദേവൻ തന്നെയാണ് ആ മഹത്വത്വവും ഒന്ന് തന്നെയാണ്. അതായത് ജ്ഞാനവും ചിത്തവും ഒന്ന് തന്നെ എന്ന് പറയാണ്. വാസുദേവനിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് രുദ്രനിൽ നിന്ന് സംഘർഷബുദ്ധിയും ഉണ്ടായി എന്ന് പറയാണ്. അതായത് ആ ത്രിഗുണാത്മകമായ അഹങ്കാര തത്വത്തെ കൊണ്ട് സത്വഗുണപ്രധാനികളായ ഭൂതവർഗത്തെയും സത്വഗുണപ്രധാനികളായ ദേവതാവർഗത്തെയും തമോ ഗുണപ്രധാനികളായ ഭൂതവർഗത്തെയും രജോ ഗുണപ്രധാനികളായ ഇന്ദ്രിയവർഗത്തെയും എന്താണ് അഹങ്കാര അധിഷ്ഠാന ദേവതയായിട്ടുള്ള ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുകയാണ്. ഏദേവയം യസ്യ വശേ മഹാത്മനാ സ്ഥിതാ ശകുന്തായിവ സൂത്രയേന്ദ്രിക മഹാനഹം ദ്വൈതമഹാമസേന്ദ്രിയാ സജാമ സർവേ യദനുഗ്രഹാദികം. മഹാത്മാവായിട്ടുള്ള വശേ മഹാത്മനാ സ്ഥിതാ ശകുന്തായിവ സൂത്രയേന്ദ്രിയ. മഹാത്മാവായ അങ്ങയുടെ ചരട് വലിയ ചലിക്കുന്ന പക്ഷികളായ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹത്താലാണ് ഈ ഇന്ദ്രിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. ആ സാക്ഷാൽ വാസുദേവ മൂർത്തി തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ത്രിമൂർത്തികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ കാണായ ലോകം മുഴുവൻ എവിടെ നിന്ന് ആരിൽ നിന്നും ഉണ്ടായി, ആരിൽ സ്ഥിതി ചെയ്യുന്നു, ആരിൽ ലയിക്കുന്നു. അങ്ങനെയുള്ള ആ സർവേശ്വരന്റെ സംഘർഷമുണ്ട്. സർവേശ്വരനാണ് ആ സംഘർഷമുണ്ടിക്ക് നമസ്കാരം എന്ന് പറയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ അന്തർകരണ ചതുഷ്ടയ ശുദ്ധിക്കായിക്കൊണ്ട് 4 സ്ഥലങ്ങളിൽ ഉപാസ്യരായിട്ടുള്ള ദേവതകളെ നമസ്കരിക്കാൻ. ഹൃദയം കൊണ്ട് വാസുദേവനും, ബുദ്ധി കൊണ്ട് പ്രദ്യുമ്നും, മനസ്സുകൊണ്ട് അനിരുദ്ധനെയും, അതുപോലെ തന്നെ അനിരുദ്ധനും അഹങ്കാരത്തിലുള്ള ആ സംഘർഷമൂർത്തിയെയും സ്തുതിക്കണം എന്ന് പറയാണ്. ഇത് തന്നെയാണ് ചിത്രകേതു മഹാരാജാവും അർപ്പിച്ചിട്ടുള്ളത്. ചിത്രകേതു മഹാരാജാവും ഇത് തന്നെയാണ് സ്തുതിച്ചിരിക്കുന്നത്.
ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംഘർഷണായ ച. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് വൃത്രാസുരത്തിൽ പറഞ്ഞ ചിത്രകേതു മഹാരാജാവ് ധ്യാനിച്ചിരിക്കുന്നത്. അതായത് നാരദ മഹർഷി 7 ദിവസം കൊണ്ട് ജലപാനം മാത്രം ചെയ്ത് ചിത്രകേതു മഹാരാജാവ് ഭഗവാനെ സംഘർഷമൂർത്തിയെ സ്തുതിച്ചു. അങ്ങനെ വിദ്യാധരാധിപനായി. ആ വിദ്യാധരാധിപത്വം ലഭിച്ചു 7 ദിവസം കൊണ്ട് പറയാണ്. വിദ്യാധരാധിപതിനാം സതി സപ്തരാത്രി എന്ന് നാരായണീയം പറയുന്നുണ്ട്. അങ്ങനെ ലഭിച്ചു. ആ രാഗദ്വേഷാദികളെല്ലാം നീങ്ങി സർവപാപങ്ങളും നീങ്ങി എന്ന് പറയാണ്. യന്തർവിനാം ഗർഭിതി കർമ്മപർവണിം ജനോയം ഗുണസർഗമോഹിതാനവേദനിസ്താരണയോഗമഞ്ജസാ തസ്മൈ നമസ്തേ വിലയോദയാത്മനാം. ആ ഭാരിച്ച സൃഷ്ടികർമ്മങ്ങളിലെല്ലാം ഏർപ്പെട്ടു ഞങ്ങളെല്ലാം ചെയ്തു എന്ന് ഞങ്ങൾ മോഹിതരായിരിക്കുകയാണ് ഭഗവാനെ എന്ന് പറയാണ്. ഞങ്ങൾ എന്തോ മനസ്സിലാക്കുന്നു, അങ്ങയുടെ ആ കരുണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അനായാസമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞങ്ങളെന്തോ മനസ്സിലാക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ലോകത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും എല്ലാം ആ കാരണം ആയിരിക്കുന്ന ആ സംഘർഷമൂർത്തിക്ക് നമസ്കാരം എന്ന് പറയുന്നത്. ആ സംഘർഷമൂർത്തി ഭഗവാനിൽ നിന്നും ഭിന്നനല്ല എന്ന് കൂടി കാണിക്കാണ്. സംഘർഷമൂർത്തി എങ്ങനെയാണ്? മഹാതേജസ്വിയാണ്, ബലവാനാണ്, ആദിദേവനാണ്. അങ്ങനെയുള്ള സംഘർഷമൂർത്തിയും ഭഗവാനും തമ്മിൽ ഭേദമില്ല എന്ന് കൂടി കാണിക്കാൻ. അങ്ങനെയുള്ള സംഘർഷമൂർത്തിക്ക് നമസ്കാരം. അതായത് നിഷ്കാമ ഭക്തിയുള്ളവർക്ക് നാമജപം ഒന്നുകൊണ്ട് മാത്രം മുക്തി ലഭിക്കും എന്ന് കൂടി പറയാണ്. അതാണ് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.